ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ മക്ക കഫേലാണ് പോയത്. എല്ലാവരും പറഞ്ഞ് കേട്ട് ഒന്ന് റിവ്യൂ ഒക്കെ കണ്ട് നോക്കിയിട്ടാണ് ഞാൻ മക്ക കഫേയിൽ എത്തിയത്. അങ്ങനെ ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി മക്ക കഫേയിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ബൈക്ക് എടുത്ത് അങ്ങോട്ട് ഇറങ്ങി. പക്ഷേ ബാംഗ്ലൂരിലെ ട്രാഫിക് വീക്കെൻഡിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. ഒരു 10 കിലോമീറ്ററിന് താഴെയായിരുന്നു. പക്ഷേ എത്താനായിട്ട് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ പിടിച്ചു. അങ്ങനെ നമ്മളെ ഗൂഗിൾ മാപ്പ് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിച്ച് വിട്ടു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ലാസ്റ്റ് ആ ഒരു കറക്റ്റ് ഡയറക്ഷനിലെത്തി. അവിടെ നോക്കുമ്പോൾ കിടിലൻ നല്ലൊരു നൈസ് പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ MG റോഡ് പോണ വഴിക്കാണ് ആ ഒരു മക്ക കഫേ ഉള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു വഴിയുണ്ട്, ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഒരു വഴി കൂടെ നടന്നു. അവിടെ തന്നെയാണ് മക്ക കഫേ. കുറച്ച് സ്ട്രെയിറ്റ് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണും നമുക്ക് മക്ക കഫേ. അങ്ങനെ അൻസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രണ്ടും പിന്നെ ഞാനും കൂടി മക്ക കഫേയിലെത്തി. അങ്ങനെ ഞാൻ അവിടുത്തെ ഫേമസ് നാനും പിന്നെ നമ്മുടെ സുലൈമാനി, കിടിലൻ സുലൈമാനി ആയിരുന്നു അവിടുത്തെ, അതും രണ്ടും ഓർഡർ ചെയ്തു. പിന്നെ അൻസീർ ചെറിയ ഇൻട്രോവേർട്ടാണ്, അപ്പോൾ അവൻ്റെ വീഡിയോ എടുക്കാൻ അവൻ സമ്മതിച്ചില്ല. അങ്ങനെ ഒരു മലയാളി ചേട്ടനെ പരിചയപ്പെട്ടു അവിടെ. അങ്ങനെ നമ്മൾ ആളുടെ അടുത്ത് നമ്മുടെ ഫേമസ് ഓർഡർ പറഞ്ഞു. അങ്ങനെ നമുക്ക് സാധനം കയ്യിൽ കിട്ടി. ഇതാണ് സംഭവം ഗായ്സ്. അപ്പോൾ നല്ല അടിപൊളി സുലൈമാനി ആയിരുന്നു. അങ്ങനെ ആ ചേട്ടനെയും പരിചയപ്പെട്ട് പിന്നെ അവിടുത്തെ ബില്ലും സെറ്റിൽ ചെയ്ത് നമ്മൾ തിരിച്ച് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഗായ്സ്. ചെറിയ ഷോപ്പാണെങ്കിലും കുറേ ആൾക്കാരാണ് അവിടേക്ക് അന്വേഷിച്ച് പിടിച്ച് വരുന്നത്. എന്താ കുട്ടൻസ് എന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ലൊരു വൈബായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇവരെ കണ്ടപ്പോൾ എനിക്ക് പഴയ എൻ്റെ ബാംഗ്ലൂർ വന്ന ടൈമാണ് ഓർമ്മ വരുന്നത്. ഇഷ്ടം പോലെ ഫ്രണ്ട്സായിരുന്നു ആ ടൈമിൽ. പിന്നെ എല്ലാവരും കരിയർ അത് ഇതെന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും വേറെ വേറെ സ്ഥലത്തായി. അപ്പോൾ അങ്ങനെ ഗായ്സ്, അപ്പോൾ നല്ലൊരു വീക്കെൻഡായിരുന്നു. മക്ക കഫേ പോയി. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.